ഇന്നത്തെ നമ്മുടെ അതിഥി മാത്യു കുഴൽനാടൻ. സ്വാഗതം ശ്രീ മാത്യു കുഴൽനാടൻ. നമസ്കാരം. മോർണിംഗ് മാത്യു, ഞാൻ എം വി നികേഷ് കുമാർ, സുജിയ പാർവതി എന്നോടൊപ്പം ഉണ്ട്. ഉണ്ണി ബാലകൃഷ്ണൻ ഇപ്പോൾ വരും. സന്തോഷം മാത്യു കുഴൽനാടനെ രാവിലെ കണ്ടതിൽ. അപ്പോൾ മാത്യു, പ്രധാനമായും ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് വീണ വിജയനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വാർത്തകളാണല്ലോ പുറത്തു വരുന്നത്. മാത്യു, അതിനെ എങ്ങനെയാണൊന്ന് വിശദീകരിക്കുക? എങ്ങനെയാണത് ഒരു അഴിമതിയാകുന്നത്? അല്ല, ഇത് ഈ വിഷയം കഴിഞ്ഞ കുറേ നാളുകളായി കേരള സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതിൻ്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ ഈ എക്സാലോജിക് എന്ന കമ്പനി അതൊരു പേപ്പർ കമ്പനിയുടെ സ്വഭാവത്തിലാണ് വർക്ക് ചെയ്യുന്നതെന്നും സുതാര്യത ഇല്ലാത്ത പ്രവർത്തനങ്ങളാണെന്നും അതിൻ്റെ പ്രവർത്തനം ദുരൂഹമാണ് എന്നും ഞങ്ങൾ ഉന്നയിച്ചിരുന്നു. അപ്പോൾ അതിനെല്ലാം നിഷേധിച്ചുകൊണ്ട് എസ്പെഷ്യലി CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും നേതാക്കന്മാരും ഒക്കെ പറഞ്ഞത് ഇത് വളരെ സുതാര്യമായി പ്രവർത്തിക്കുന്ന ഒരു സംരംഭകയുടെ എഫേർട്ടാണ്. അതിന് രണ്ട് കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ ഇടപാടാണ്. അതിൽ നിയമവിരുദ്ധമായോ ക്രമവിരുദ്ധമായോ ഒന്നുമില്ല എന്ന നിലയിലുള്ള ഒരു ആർഗ്യുമെൻ്റ് മറുവശത്തുനിന്ന് വന്നിരുന്നു. ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് അതിൻ്റെ പ്രവർത്തനം ദുരൂഹവും അല്ലെങ്കിൽ ക്രമവിരുദ്ധവും ആണെന്നും അതിൻ്റെ പല ഇടപാടുകളും അതിൻ്റെ വിശദാംശങ്ങൾ കമ്പനി വെളിപ്പെടുത്താൻ തയ്യാറാകുന്നില്ല എന്നും ഉള്ള അതിൻ്റെ കൺസേൺഡ് അതോറിറ്റിയുടെ ഫൈൻഡിങ് ആൻഡ് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന ഒരു സ്റ്റേജിലാണ് നമ്മളെത്തി നിൽക്കുന്നത്. അപ്പോൾ ഒന്ന്, ഞങ്ങൾ നേരത്തെ പറഞ്ഞത് കേവലം രാഷ്ട്രീയ ആരോപണമായിരുന്നില്ല എന്നും പ്രാഥമികമായിട്ടെങ്കിലും അല്ലെങ്കിൽ പ്രഥമ ദൃഷ്ടിയായെങ്കിലും ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഇതിനോടകം തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു എന്നതും ആരും നിഷേധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അഴിമതിയിലേക്ക് വരുമ്പോൾ ഈ ദ ഹോൾ ഇഷ്യൂവിൻ്റെ കോർ ഇഷ്യൂ എന്ന് പറയുന്നത് കറപ്ഷനാണ്. കാരണം മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിൽ മുഖ്യമന്ത്രിയുടെ അധികാരം ദുർവിനിയോഗം ചെയ്തുകൊണ്ടാണ് അവർ കമ്പനിയുടെ പേരിൽ വലിയ കോടാനുകോടികൾ വാങ്ങുകയും വ്യക്തി എന്ന നിലയിലും കോടാനുകോടികൾ ഇതര കമ്പനികളിൽ, ഈ കമ്പനി മാത്രമല്ല CMRL അടക്കമുള്ള ഇതര കമ്പനികളിൽ നിന്നും അവർ പണം കൈപ്പറ്റുകയും ചെയ്തു. അതാണ് അഴിമതി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് കറപ്ഷനാണ് ഇതിൻ്റെ ഇഷ്യൂ എന്നും അതിലേക്ക് നീങ്ങുമ്പോഴാണ് കൂടുതൽ വ്യക്തത വരിക എന്നും ഞാൻ നേരത്തെ മുതൽ പറഞ്ഞു. അതുകൊണ്ടാണ് ഇത് അഴിമതിയാവുന്നത്. ഇതിലൊരു രാഷ്ട്രീയ പകപോക്കൽ എന്ന വാദത്തിലാണല്ലോ CPIM ആദ്യഘട്ടം മുതൽ തന്നെ മുറുകെ പിടിക്കുന്നത് നമ്മൾ കാണുന്നത്. മാത്യു കുഴൽനാടൻ ഈ ആരോപണവുമായി രംഗത്ത് വന്നപ്പോൾ മാത്യുവിന് നേരെയുണ്ടായ പ്രതികരണങ്ങളിലും അത് പ്രതിഫലിച്ചതാണ്. പക്ഷേ ഇപ്പോൾ ROCയുടെ റിപ്പോർട്ടിൽ കൃത്യമായ കാര്യങ്ങൾ വന്നു തുടങ്ങുന്ന ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് ഈ രാഷ്ട്രീയ പകപോക്കൽ എന്ന് പറയുന്ന പഴയ വാദം ഇനിയും ആവർത്തിക്കാൻ CPIM-ന് കഴിയുമോ മാത്യു? ഇത് രാഷ്ട്രീയ പകപോക്കലെന്ന് ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നത്. CPM പല ഡിഫൻസ് ആദ്യം ഉയർത്താൻ ശ്രമിച്ചിരുന്നു. പല ഡിഫൻസ് വെച്ചാൽ ഇതിൽ ഇപ്പോഴാണല്ലോ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തതയോടുകൂടി വന്നത് ഈ കമ്പനിയുടെ പ്രവർത്തനം സംബന്ധിച്ച്. അപ്പോൾ അതിനു മുമ്പ് അവർ ഒരുപക്ഷെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണമോ ഇത്രയും കാര്യങ്ങൾ പുറത്തു വരുമെന്നോ ധരിച്ചിട്ടുണ്ടാവില്ല. ആ സമയത്ത് ആ കമ്പനിയുടെ പ്രവർത്തനങ്ങളെ ഡിഫെൻഡ് ചെയ്യാനാണ് അവർ പരിശ്രമിച്ചത്. പിന്നെ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ അവരുടെ ഭാഗം കേട്ടിട്ടില്ല, അതല്ലെങ്കിൽ വീണയുടെ ഭാഗം കേട്ടിരുന്നെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നില്ല എന്നാണ് സ്ഥാപിക്കാൻ ശ്രമിച്ചത്. അവരെ കേൾക്കാതെ വന്ന റിപ്പോർട്ടായതുകൊണ്ട് അതിൻ്റെ സാങ്ക്ടിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രൊപ്രൈറ്റി ഒക്കെയാണ് അവർ ക്വസ്റ്റ്യൻ ചെയ്തത്. ഇപ്പോൾ വീണയുടെ ഭാഗം വിശദീകരിക്കാൻ അവസരം നൽകിയപ്പോൾ അവസരം ഉപയോഗിച്ചില്ല എന്ന് മാത്രമല്ല ആവശ്യപ്പെട്ട രേഖകൾ പോലും സമർപ്പിച്ചില്ല എന്ന് പറയുമ്പോൾ ഒളിച്ചോടാൻ ശ്രമിക്കുന്ന ആളെ അല്ലെങ്കിൽ മൂടി വയ്ക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി കേരള സമൂഹത്തിന് മുമ്പിൽ ഉയർത്തിയ തൻ്റെ മകളുടെ ഭാഗം കേട്ടില്ല എന്ന വാദം പാടെ ഒളിഞ്ഞു വീഴുമ്പോൾ ഇനി ഇത് രാഷ്ട്രീയ പകപോക്കലാണ് എന്ന് പറയുന്നതിൽ
എന്തർത്ഥം എന്ന് ജനം ശ്രീ വിലയിരുത്തട്ടെ മാത്യു കുഴൽനാട്, എന്നാണ് നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നത്. ലോക്സഭാ വളരെ തെരഞ്ഞെടുപ്പിലേക്ക് ഒരു പോകാൻ ദുർബലമായ പോവാണ്. ഒരു അപ്പോൾ ഡിഫൻസ്. ഈ പറയുന്ന ROCയുടെ റിപ്പോർട്ടിൽ 447, 448 വകുപ്പുകൾ പറയുന്നു. ആ വകുപ്പുകൾ പ്രകാരം ഈ PMLA ആക്ടും അതുപോലെ തന്നെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷനും വരുന്നുണ്ട്. അപ്പോൾ അവർ തന്നെ സജസ്റ്റ് ചെയ്യുന്നു CBI ED എൻക്വയറിക്ക് സാധ്യതയുണ്ട് എന്ന്. അപ്പോഴാണ് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം 3 പേരുടെ ഒരു സമിതിയെ നിശ്ചയിക്കുന്നത്. എന്നിട്ട് ആ 3 പേരാണ് ഇത് അന്വേഷിക്കാൻ പോകുന്നത്. 1, 2, അത് 4 മാസം സമയം കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഇക്കാര്യത്തിലൊരു ഗൗരവത്തോടുള്ള സമീപനം ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ എടുക്കുന്നുണ്ടോ, അതോ ഇതൊരു എന്താ പറയുക ഒരു പൊളിറ്റിക്കലായ ഒരു ബഹളത്തിന് വഴിവെക്കുന്ന ഒരു സംഭവം മാത്രമാക്കി അവർ തൽക്കാലം നിർത്തുക എന്നതാണോ ഉദ്ദേശം? അല്ല, അതിന് ആ ഒരു അപ്രോച്ചിന് അതിൻ്റേതായൊരു റീസണുണ്ട്. കാരണം കമ്പനി കാര്യ മന്ത്രാലയത്തിനോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് അഫയേഴ്സിനോ അല്ലെങ്കിൽ കമ്പനി ലോ ബോർഡിനോ ഒക്കെ അവരുടെ മാൻഡേറ്റും ജൂറിസ്ഡിക്ഷനും വെൽ ലിമിറ്റഡാണ്. ആ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് കമ്പനീസ് ആക്ടിൻ്റെ 4 കോർണേഴ്സിനകത്ത് നിന്ന് മാത്രമാണ് അവർക്ക് അപ്രോച്ച് ചെയ്യാൻ കഴിയുക. അതിൻ്റെ അകത്ത് അന്വേഷണത്തിൽ ഒരു വലിയ കറപ്ഷൻ അതിൻ്റെ ഭാഗമായി കണ്ടെത്തിയാൽ ദേ കനോട്ട് ഇനീഷ്യേറ്റ് ആൻ എൻക്വയറി ടുവേഴ്സ് ദാറ്റ് ആംഗിൾ. ആ ആംഗിളിലേക്ക് അവർക്ക് അന്വേഷിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ദിസ് ഈസ് എൻ അപ്രോപ്രിയേറ്റ് ഫിറ്റ് കേസ് ഫോർ ഈദർ CBI ഓർ ED ടു ഇൻവെസ്റ്റിഗേറ്റ് എന്ന് പറയാൻ അവർക്ക് പറ്റുള്ളൂ. ബട്ട് ദേ വിൽ കണ്ടിന്യൂ വിത്ത് ദെയർ ഓൺ പ്രൊസീജിയർ. അതായത് കമ്പനി നിയമങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയിട്ടുള്ള ചട്ടലംഘനങ്ങളും നിയമലംഘനങ്ങളും ക്രമക്കേടുകളും സംബന്ധിച്ച് കമ്പനി നിയമം അനുശാസിക്കുന്ന നിലയിലുള്ള അന്വേഷണവും അതനുസരിച്ചുള്ള പ്രോസിക്യൂഷനുമായിട്ട് അവർ മുമ്പോട്ട് പോകും. അതുകൊണ്ടാണ് അവർ 3 അംഗ സമിതിയെ വെച്ച് 210 പ്രകാരം ഉള്ള ഒരു ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷനിലേക്ക് മൂവ് ചെയ്തത്. പ്രൈമ ഫേസിയ പ്രഥമദൃഷ്ടിയ കാര്യങ്ങൾ അവർക്ക് വിശദീകരിക്കാൻ അവസരം കൊടുത്തു. തൃപ്തികരമായ വിശദീകരണം ഉണ്ടായില്ല. ദെൻ ഇറ്റ് ഈസ് എ നാച്ചുറൽ പ്രോസസ്സ്. അതിൻ്റെ കൂട്ടത്തിൽ അവർ പരിശോധിച്ചപ്പോൾ അവർക്ക് ബോധ്യം വന്ന കാര്യങ്ങളിൽ നിന്നും ഇത് CBIയോ EDയോ അന്വേഷിക്കുന്ന, അതായത് അതിൻ്റെ കറപ്ഷൻ ആംഗിളും അതിൻ്റെ PMLA ആക്ടിൻ്റെ ഇൻഗ്രീഡിയൻസിനെ അട്രാക്ട് ചെയ്യുന്ന കള്ളപ്പണം വെളുപ്പിക്കലടക്കമുള്ള കാര്യങ്ങൾ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്ന് പ്രാഥമികമായി അവർക്കൊരു ബോധ്യം വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് അവർ ആ ഒരു ശുപാർശ, റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ ഒബ്സർവേഷൻ അവർ നടത്തുന്നത്. ഇവിടെ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. കഴിഞ്ഞ ദിവസം VD സതീശന്റെ പ്രതികരണം വന്നത് ഈ കോർപ്പറേറ്റ് മന്ത്രാലയം, കമ്പനി കാര്യ മന്ത്രാലയം ഇത് അന്വേഷിക്കുന്നു എന്ന് പറയുമ്പോൾ വലിയൊരു ആവേശമൊന്നും UDFോ കോൺഗ്രസോ കാണിച്ചതായി കണ്ടില്ല. എന്നാലിപ്പോൾ ROC റിപ്പോർട്ട് വന്നതിന് ശേഷം VD സതീശൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടത് കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം വേണമെന്നാണ്. അതായത് നിങ്ങൾ കേന്ദ്ര ഏജൻസികളെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അതിന് മുൻകാല അനുഭവങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ലൈഫിലായാലും കരുവന്നൂരിലായാലും സ്വർണ്ണക്കടത്തിലായാലും ഒക്കെ എവിടെയും എത്തിയില്ല അന്വേഷണം എന്നൊരു പരാതി UDFിനുണ്ട്, കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് കോടതിയുടെ മേൽനോട്ടത്തിലാകട്ടെ അന്വേഷണം എന്ന് പറയുന്നു. അങ്ങനെ പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതോടൊപ്പം തന്നെ ചോദിക്കട്ടെ, ഇപ്പോൾ മാത്യു കുഴൽനാടൻ ഒരു പരാതി വിജിലൻസിനും കൊടുത്തിട്ടുണ്ട് ഈ ഇതേ കേസിൽ. അക്കാര്യത്തിലൊന്നും മുന്നോട്ട് പോയിട്ടുമില്ല. ആ ഘട്ടത്തിലാണ് കോടതിയുടെ മേൽനോട്ടത്തിലൊരു അന്വേഷണം എന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നത്. എന്താണത് കൊണ്ട് അർത്ഥമാക്കുന്നത്? അല്ല, ഞങ്ങൾ ആദ്യം ഈ വിവരം വന്നപ്പോൾ എന്നോട് മാധ്യമങ്ങൾ സ്വാഭാവികമായിട്ടും പ്രതികരണം ചോദിച്ചപ്പോൾ ആദ്യ പ്രതികരണം ഞാൻ നൽകിയത് ഈ കാര്യത്തിൽ അമിതാവേശം ഇല്ല എന്ന് തന്നെയാണ്. ഞാൻ ആ പൊസിഷനിൽ ഇപ്പോഴും നിൽക്കുകയാണ്. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ നാളിതുവരെയുള്ള ടിൽ ഡേറ്റ് അപ്രോച്ച് കാണുമ്പോൾ പരിശോധിക്കുമ്പോൾ നമുക്ക് 100% വ്യക്തമാകുന്ന ഒരു സംഗതിയുണ്ട്. അത് മറ്റൊന്നല്ല, ഞാനിത് വെറുതെ ഒരു രാഷ്ട്രീയ ആരോപണം പോലെ പറയുന്നതല്ല. പിണറായി വിജയൻ ഈസ് കണ്ടിന്യൂയിങ് ഇൻ ഹിസ് ചെയർ അറ്റ് ദ മേഴ്സി ഓഫ് നരേന്ദ്രമോദി. ഒരു സംശയമില്ല. നരേന്ദ്രമോദിയുടെ ദയാവായ്പിലാണ് പിണറായി വിജയൻ ഇന്ന് ആ കസേരയിൽ തുടരുന്നത്. കാരണം ഇതിനു മുമ്പ് നിങ്ങൾ പരാമർശിച്ച കേസുകൾ, ഈ ഇഷ്യൂസ്, അത് പരിശോധിക്കുമ്പോൾ മറ്റ് കേസുകളിലൊക്കെ എവിഡൻസ് ഇത്രയും അല്ലെങ്കിൽ ഇത്രയും ബൗൺസിങ് ആയി കിട്ടാൻ ഭയങ്കര പാടാണ്. പക്ഷേ ബാക്കി ഇതിലെല്ലാത്തിലും ആലോചിച്ചു. ലൈഫ് മിഷൻ കേസ് ഞാൻ അടിയന്തര പ്രമേയം അവതരിപ്പിച്ച ആളാണ്. ഐ ഹാഡ് ഗോൺ ഇൻ ഡെപ്ത്. ഇറ്റ്സ് എ വെരി അപ്രോപ്രിയേറ്റ് കേസ്. കാരണം വിദേശത്ത് നിന്നും സ്വീകരിച്ച പണം, ആ പണം അതേപടി
കൈക്കൂലിയായി അല്ലെങ്കിൽ അഴിമതി പണമായി മാറിപ്പോയി. ദ ഹോൾ പ്രോസസ്സ്, ആ പണം റിസീവ് ചെയ്ത മിഷൻ്റെ ചെയർമാനായിരിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഇൻസ്ട്രക്ഷൻസ് പ്രകാരമാണ് അയാൾ എത്രയോ ദിവസം ജയിലിൽ കിടന്നു. പൊളിറ്റിക്കൽ മാസ്റ്റർ സ്പെയർ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥനെ മാത്രം ജയിലിലിട്ട് ദേ സേവ്ഡ് ദ CM. BJP, സെൻട്രൽ ഗവൺമെൻറ്, സംഘപരിവാർ, നരേന്ദ്രമോദി സേവ്ഡ് ദ CM. അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ കണ്ടുവരുന്നത്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് വന്ന മൊഴികളും ഈ സ്വപ്ന സുരേഷ് അടക്കം നൽകിയിട്ടുള്ള കൺഫെഷൻസും എല്ലാം മുമ്പിലുണ്ട്. ഏത് പ്രതിപക്ഷത്തെ ഏത് നേതാവിനാണ് നരേന്ദ്രമോദിയിൽ നിന്നും ഈ ഔദാര്യം ലഭിച്ചിട്ടുള്ളത്? ഒരാളെ പറയാം. BJP മുന്നണിയുടെ ഭാഗമാകാത്ത, ഈവൻ കോൺഗ്രസിൻ്റെ ഭാഗമാവണ്ട, എതിർപക്ഷത്ത് നിൽക്കണ്ട, BJP മുന്നണിയുടെ ഭാഗമാകാത്ത ഒരു രാഷ്ട്രീയ നേതാവിനും ഒരു ഭരണാധികാരിക്കും കിട്ടാത്ത ആനുകൂല്യം, എക്സംഷൻ പിണറായി വിജയൻ എങ്ങനെയാണ് കിട്ടുന്നത്? മാത്യു കുഴൽനാടൻ, ഇപ്പോൾ CMRL സംബന്ധിച്ച ഒരു വിശദമായ പരിശോധനയാണ് ROC നടത്താൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. കോർപ്പറേറ്റ് മന്ത്രാലയം 3 ഉന്നത ഉദ്യോഗസ്ഥരെ അതിന് നിയോഗിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. CMRLുമായി വിശദമായ ഒരു അന്വേഷണം ഉണ്ടെങ്കിൽ, നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ തൈക്കണ്ടിയിൽ വീണയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുന്നതിനോടൊപ്പം തന്നെ ഈ RC, OC, PK, IK ഒക്കെ വന്നാൽ കൂടുതൽ പ്രശ്നമാവുമോ? ഇല്ല നികേഷ്, ഇപ്പോൾ ഇതൊന്നും ആരും സ്റ്റോപ്പ് ചെയ്തേക്കണമല്ലല്ലോ. ഇതൊന്നും ആരും ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്ത്. ഇതിപ്പോൾ ഈ നമ്മളിപ്പോൾ സംസാരിക്കുമ്പോഴും കമ്പനികാര്യ മന്ത്രാലയത്തിന്, കോർപ്പറേറ്റ് അഫയേഴ്സിന് ദേ ക്യാൻ ഓൺലി കൺഫൈൻ ദയർ ഇൻവെസ്റ്റിഗേഷൻ വിത്ത് എക്സാലോജിക്. ഇതിൽ ഇപ്പോൾ CMRലുമായി ബന്ധപ്പെട്ടതിൽ ദ മേജർ പണം അല്ലെങ്കിൽ ദ മേജർ ഷെയർ ഓഫ് ദ മണി was received in personal capacity by വീണ വ്യക്തി എന്ന നിലയിൽ വ്യക്തിപരമായ അക്കൗണ്ടിലേക്ക് മേടിച്ചതാണ് മേജർ ഷെയർ. അപ്പോൾ അത് അവരുടെ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഓൺലി വിത്ത് റെസ്പെക്ട് ടു എക്സാലോജിക്കാണ് അവരുടെ മാൻഡേറ്റ്, അതേ ഉള്ളൂ. അപ്പോൾ കറപ്ഷൻ അന്വേഷണം വരുമ്പോഴാണ്, കറപ്ഷനുമായി ബന്ധപ്പെട്ടുള്ള സമഗ്രമായൊരു അന്വേഷണത്തിനാണ് നമ്മൾ അല്ലെങ്കിൽ ഇതിൻ്റെ യഥാർത്ഥ ഡെപ്തിലേക്ക് പോകാനും ഇതിൻ്റെ യഥാർത്ഥ വിഷയങ്ങൾ പുറത്തു കൊണ്ടുവരാനും. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഈ അപ്രോച്ച് കഴിഞ്ഞ നാളുകളിൽ പിണറായി വിജയനെ സേവ് ചെയ്തുകൊണ്ടുള്ള അപ്രോച്ച് ഈ കേന്ദ്ര സർക്കാർ നടത്തുന്നതുകൊണ്ടാണ്. കോടതിയിലാണ് ഞങ്ങൾക്ക് ആത്യന്തികമായി അവിടെ ഒരു വിഷയമുള്ളത്. ശ്രീ മാത്യു കുഴൽനാടൻ, താങ്കളിത് നിയമസഭയിൽ ഉന്നയിക്കുന്നത് PC വിഷ്ണുനാഥിൻ്റെ സമയം വാങ്ങിയിട്ടാണ്. ആ ഘട്ടത്തിൽ UDF ഈ വിഷയം ഉന്നയിക്കാൻ തീരുമാനിച്ചിട്ടില്ല. താങ്കൾ കയറി ഇടപെടുകയായിരുന്നു ആ വിഷയത്തിൽ. അങ്ങനെ ഒരു ഭയം, ആശങ്ക UDFനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടോ? UDFൻ്റെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള നേതാക്കൾ ഇങ്ങനെ നമുക്കറിയാമല്ലോ, 20,000 രൂപ വരെ മാത്രമാണ് നമുക്ക് പൈസയായി ക്യാഷായി വാങ്ങാൻ കഴിയുക, ബാക്കിയുള്ളത് അക്കൗണ്ട് ത്രൂ വരണം. നമുക്ക് ഇതിനകത്ത് 17 കോടി രൂപ അങ്ങനെ വന്നിട്ടുണ്ട് എന്ന് അവർ ആദായ നികുതി വകുപ്പിനെ അറിയിച്ചിട്ടുണ്ട്. ഞങ്ങൾ പണം വാങ്ങിയിട്ടുണ്ട് എന്ന് രമേശ് ചെന്നിത്തല പറയുന്നു, വാങ്ങിയിട്ടുണ്ടാകാമെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറയുന്നു. കഴിഞ്ഞ ദിവസം VD സതീശനും പറഞ്ഞു, ഞങ്ങൾ രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടിയാണ് ഈ പണം വാങ്ങാൻ നിയോഗിച്ചിട്ടുള്ളത്, അതിൻ്റെ റെസീറ്റ് അവിടെ KPC ആഫീസിലുണ്ട് എന്ന്. അപ്പോൾ ആ 17 കോടി രൂപ എന്ന് പറയുന്നത് ചില്ലറ എമൗണ്ട് അല്ലല്ലോ ശ്രീ മാത്യു കുഴൽനാടൻ. അപ്പോൾ അക്കൗണ്ട് മുഖേന വരേണ്ടത് ഇവർ വ്യക്തിപരമായി പാർട്ടിക്ക് വേണ്ടിയാണെങ്കിൽ തന്നെയും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു നിയമലംഘനമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം താങ്കൾ പറഞ്ഞ ഈ പറയുന്ന ROC റിപ്പോർട്ടിൽ വിശദമായ പരിശോധനയ്ക്കാണ് ഈ 3 അംഗ സമിതിയെ നിയോഗിച്ചിട്ടുള്ളത്. അല്ലേ ഞാൻ പറയുന്നത്, നമ്മൾ വൈ യു വോണ്ട് ടു ഡീവിയേറ്റ് ഫ്രം ദ മെയിൻ ഡിസ്കഷൻ? എന്തിനാണ് ഇപ്പം അനാവശ്യമായിട്ട് നമ്മൾ മറ്റു മേഖലകളിലേക്ക് ഇത് തിരിച്ചു കൊണ്ടുപോകുന്നത്? അല്ലല്ല, അങ്ങനെ ഡീവിയേറ്റ് ചെയ്യല്ല. കാരണം വെച്ചാൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട സമൂഹം എന്നുള്ള നിലയ്ക്ക് വ്യക്തി കേന്ദ്രീകൃതം മാത്രമല്ല, രാഷ്ട്രീയ പാർട്ടി കേന്ദ്രീകൃതമായ അഴിമതിയും സുപ്രധാനം തന്നെയാണ് ശ്രീ മാത്യു കുഴൽനാടൻ. കുറച്ചുകൂടി സീരിയസ് ആണ്. എത്ര കോടിക്കണക്കിന് രൂപയാണ് ഓരോ പാർട്ടി നേതാക്കളും ഈ കാര്യത്തിൽ വാങ്ങിച്ചിട്ടുള്ളത്, ഇൻക്ലൂഡിങ് പിണറായി വിജയൻ. അദ്ദേഹത്തിൻ്റെ പേരും അതിനകത്തുണ്ടല്ലോ. അപ്പോൾ അത് നിങ്ങളെ മാത്രം കേന്ദ്രീകരിക്കുകയോ നിങ്ങളുടെ പാർട്ടിയെ, നിങ്ങളുടെ മുന്നണിയെ മാത്രം കേന്ദ്രീകരിക്കുകയോ ചെയ്യുന്ന ഒരു ആരോപണമല്ല. അതൊരു സിസ്റ്റത്തിൻ്റെ കറപ്ഷനാണ്. ആ അർത്ഥത്തിൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് നമ്മൾ ഈ വീണ തൈക്കണ്ടി എന്ന് പറയുന്ന ആളുടെ നിശ്ചയമായും നിങ്ങളത് ഉയർത്തണം. ആ വിമർശനം വളരെ പ്രധാനമാണ്. ഒപ്പം തന്നെ CMRLൻ്റെ
കയ്യിൽ നിന്ന് കോടിക്കണക്കിന് രൂപ മറ്റുള്ള ആളുകളും വാങ്ങിയിരിക്കുന്നു. എന്തിനാണ് വാങ്ങിയിരിക്കുന്നത്? സുഖകരമായി അവർക്ക് ഈ കേരളത്തിൻ്റെ പരിസ്ഥിതി നാശം വരുത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ വേണ്ടി. അതൊരു വലിയ കറപ്ഷനാണ്. അപ്പോൾ ആ കറപ്ഷൻ കൂടി നിൽക്കുന്നൊരു കേസിൽ വീണ വിജയനിലേക്ക് മാത്രം അത് ഒതുക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ട് അവിടെ നമ്മൾ മനഃപൂർവ്വമായി തന്നെ മറച്ചു വെക്കുന്നു എന്ന് വേണം കരുതാൻ. അല്ല, ഞാൻ പറയുന്നത് ഇപ്പോൾ ആ വിഷയം ഇപ്പോൾ കോൺഗ്രസ്സോ അല്ലെങ്കിൽ UDFൻ്റെ ഘടകകക്ഷികളോ അല്ലെങ്കിൽ മുന്നണിയോ അല്ലെങ്കിൽ വിവിധ പാർട്ടികളോ സംഭാവന സ്വീകരിച്ചതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നുണ്ടെങ്കിൽ അതിനും വ്യവസ്ഥാപിതമായൊരു സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ട്, ഇൻക്ലൂഡിങ് ദ ഇലക്ഷൻ കമ്മീഷൻ. അവർക്കും പോലും അതിൻ്റെ അകത്ത് റിസ്ട്രിക്റ്റീവ് പവേഴ്സിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും പാർട്ടി അവരുടെ തെരഞ്ഞെടുപ്പ് രംഗത്തോ അല്ലെങ്കിൽ പണത്തിൻ്റെ അമിതമായ ചെലവഴിക്കലുണ്ടായിക്കഴിഞ്ഞാൽ ഇതിനെല്ലാം വ്യവസ്ഥാപിതമായ മാർഗങ്ങളുണ്ടല്ലോ. അതിലാർക്കും ഇനീഷ്യേറ്റ് ചെയ്യാലോ. ആരാണ് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത്? വെദർ എനിബഡി സ്റ്റോപ്ഡ് എനിവൺ ഫ്രം ഡൂയിങ് എനിത്തിങ്? നോ. അപ്പോൾ നിലവിൽ നമ്മുടെ മുമ്പിൽ തുറന്നു വന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതിന് പകരം നമ്മൾ അന്തരീക്ഷത്തിൽ നിന്ന് ഊഹാപോഹങ്ങളെടുത്ത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതില്ലല്ലോ. അതുണ്ടെങ്കിൽ ഞാൻ പറയണത് ഇപ്പോൾ CPMന് അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ, CPMന് അങ്ങനെ ആക്ഷേപം ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ദേ ഷുഡ് മൂവ് ഓൺ. അതിനെന്താ കുഴപ്പം? ഞങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടില്ലേ. അപ്പോൾ ഇവിടെ ഉള്ള വളരെ കൺവിൻസിങ് ആയിട്ടല്ലെങ്കിൽ വളരെ പച്ചയായ അഴിമതിയുടെ കാര്യങ്ങൾ തുറന്നു വരുമ്പോൾ ഇനി അവിടെ അതങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ, അവിടെ ഇനി അവരെങ്ങനെയാണ്? ഇല്ല, അതിനകത്ത് രണ്ട് കാര്യങ്ങളൊന്ന് പറഞ്ഞേക്കാം വേഗത്തിൽ. ഒന്നത്, ഊഹാപോഹം എന്ന വാക്ക് അവിടെ ഒട്ടും തന്നെ യോജിക്കുന്നതല്ല ശ്രീ മാത്യു കുഴൽനാടൻ. കാരണം നമ്മളിപ്പോൾ ഈ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഒരു ഭാഗം മാത്രം വസ്തുതയും മറ്റൊരു ഭാഗം ഊഹാപോഹവും ആവില്ലല്ലോ. ആ ഡോക്യുമെൻറ്റിനകത്ത് രണ്ട് ഭാഗത്തായിട്ട് ഈ വീണ വിജയൻ്റെ കാര്യവും ഒപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ നേതാക്കളുടെ കാര്യവും പറയുന്നു. അപ്പോൾ അവിടെ അതുകൊണ്ട് അതൊരു ഊഹാപോഹത്തിൻ്റെ പ്രശ്നമല്ല, ഒന്ന്. രണ്ട്, ഇതിപ്പോൾ ആർക്കെങ്കിലും ഇനിഷ്യേറ്റ് ചെയ്യാമല്ലോ എന്ന് നമ്മൾ നിഷ്കളങ്കമായി ചോദിച്ചു കളയരുത്. സമൂഹത്തിന് അത് വലിയ പ്രശ്നമാണ്, സൊസൈറ്റിക്ക് അത് വലിയ പ്രശ്നമാണ്. രാഷ്ട്രീയ പാർട്ടികൾ സംഭാവനയായി മുതലാളിമാരിൽ നിന്ന് പൈസയൊക്കെ വാങ്ങുമ്പോൾ അതിനകത്തൊരു ഒത്തുതീർപ്പ് ധാരണയിലൊക്കെ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് പോകാം. പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമൂഹത്തിന് ഇതൊരു വലിയ പ്രശ്നമല്ലേ എന്ന് തോന്നില്ലേ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, കറപ്ഷൻ എന്ന് പറയുന്നതിന് എല്ലാ അർത്ഥത്തിലും എല്ലാ തലത്തിലും നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ട ഒരു സംശയമില്ല. വിൽ ഡു ഇറ്റ് ഓൾസോ, നോ ഡൗട്ട്. അതിനെ ആരും ന്യായീകരിക്കാനോ ആരും അതിനെ ഇത് ചെയ്യാനോ. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഒരു ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇന്നയാൾ ഇത്ര രൂപ വാങ്ങിയെന്ന് പറയാൻ പറ്റുന്നൊരു ഇൻഫർമേഷൻ നമ്മുടെ മുമ്പിലുണ്ടോ? ഇപ്പോൾ നികേഷ് പറഞ്ഞു, ഞാനിപ്പോൾ ഒരു ഡിഫൻസ് ലോയർ എന്ന നിലയ്ക്ക് ഒന്നാമത് എനിക്ക് ഇതിൻ്റെ കൗണ്ടർ ആർഗ്യുമെൻറ്റ് പറയാൻ തന്നെ താല്പര്യമില്ല. കാരണം ഇറ്റ് വിൽ ഫീൽ ലൈക്ക് വി ആർ ട്രൈങ് ടു ജസ്റ്റിഫൈ ഓൾ സച്ച് തിങ്സ്. എനിക്കതിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പോകുന്നില്ല. പക്ഷേ ഇപ്പോൾ ആര് എത്ര രൂപ എവിടെ വെച്ച് എങ്ങനെ വാങ്ങി എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് അതിൻ്റെ എത്തില്ല. അവിടെ ഒരു ബോൾഡ് ഒരു പരാമർശം മാത്രമേ ഉള്ളൂ. അതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വി നീഡ് ടു ഹാവ് ദ ഡീറ്റെയിൽസ്. ഇതിൻ്റെ അകത്തെന്ന് വെച്ചാൽ എൻറ്റയർ ഡീറ്റെയിൽസ് ഈസ് ദെയർ. കൺവിൻസിങ് എവിഡൻസ്. അല്ലെങ്കിൽ നമ്മൾ മറ്റേ കേസ് മറ്റുള്ളവർ വാങ്ങി എന്നുള്ള ഒരു ഒബ്സർവേഷനോ ആരോപണമോ പോലെ അല്ല വീണ വിജയൻ വാങ്ങിയ പൈസ എന്ന് പറയുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ പിണറായി വിജയൻ ആണ് ഇതിൻ്റെ ഏറ്റവും മേജർ ഷെയർ വാങ്ങിയ ആളെന്ന് അതിൻ്റെ അകത്തുണ്ടല്ലോ. ഏറ്റവും മേജർ ഷെയർ പണം വാങ്ങിയ ആൾ പിണറായി വിജയനാണെന്നുണ്ടല്ലോ. പക്ഷേ അതിൻ്റെ അകത്ത് വിത്തൗട്ട് മോർ ഡീറ്റെയിൽസ് ഐ കനോട്ട് അന്ന് ഫോഴ്സ്ഫുള്ളായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് അതിൻ്റെ വിവരങ്ങൾ കൂടുതൽ വന്നാലേ പറയാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ വീണയെ ടാർഗറ്റ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും, അല്ലെങ്കിൽ ഇഷ്യൂ റേസ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും നല്ലത് പിണറായി വിജയനെ തന്നെ നേരിട്ട് ചെയ്യുന്നതല്ലേ. വിത്തൗട്ട് നമ്മളിപ്പോൾ ജനങ്ങൾക്ക് മുമ്പിൽ ഒരു ആർഗ്യുമെന്റ് പറയുമ്പോൾ വി ഷുഡ് ഹാവ് കൺവിൻസിങ് എവിഡൻസ്. അത് ശരിയാണ്. ശ്രീ മാത്യു കുഴൽനാടൻ, ആ ഒരു കാര്യത്തിൽ അങ്ങയോട് യോജിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത്. ശ്രീ മാത്യു കുഴൽനാടൻ, അക്കാര്യത്തിൽ അങ്ങയോട് പൂർണ്ണമായും യോജിക്കുന്നു. ഇവിടെ വിവരങ്ങൾ പുറത്തു വരുമ്പോഴും അതിനെ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു രീതി അത് ഏത് തരത്തിലാണ് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ കെ മുരളീധരൻ്റെ അടക്കം സ്റ്റേറ്റ്മെന്റ്സ് നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. രാഷ്ട്രീയമായിട്ടുള്ള ഒരു ബന്ധം നിലനിൽക്കുന്നത് കൊണ്ട് ആ ബന്ധം എന്ന് പറയുന്ന ഒരു തെരഞ്ഞെടുപ്പ് മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റിലേക്ക് പോകുന്നു എന്ന സൂചന കൃത്യമായി നൽകുകയാണ് കെ മുരളീധരൻ. മെറിറ്റിനെ കുറിച്ചല്ല, താങ്കൾ ഇപ്പോൾ ഈ കേസിന്റെ മെറിറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ പുറത്തു വന്ന ഡാറ്റയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മറുഭാഗത്ത് രാഷ്ട്രീയമായുള്ള മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും തമ്മിലുള്ള ബന്ധം എന്താണ്, അതിലേക്കാണ് ചർച്ച പോകുന്നത്. അത് ബോധപൂർവം തിരിച്ചുവിടുന്നതാണോ? അല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം
നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഞാൻ പറഞ്ഞില്ല, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഇത്രയും കേന്ദ്ര സർക്കാരിൻ്റെയും BJPയുടെയും നരേന്ദ്രമോദിയുടെയും ആനുകൂല്യം ഇന്ത്യ രാജ്യത്ത് മറ്റൊരു ഭരണാധികാരിക്കും മറ്റൊരു നേതാവിനും BJP അല്ലാത്ത NDA മുന്നണിയിൽപ്പെടാത്ത ഒരാൾക്ക് പോലും ലഭിച്ചിട്ടില്ല. പിണറായി വിജയനെ സ്പെയർ ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സ്പെസിഫിക് ആയി അങ്ങേക്ക് പെട്ടെന്ന് പോകണമെന്ന് എനിക്കറിയാം. അത് ഈ തെരഞ്ഞെടുപ്പിലേക്കാണോ 2024? പറയാൻ പറ്റില്ല. BJPയുടെ താല്പര്യം അവിടെ, കേരളത്തിലെ BJPയുടെ ഏറ്റവും വലിയ താല്പര്യം എന്താണ്? BJPക്ക് എങ്ങനെയും ഒരു സീറ്റ് ജയിക്കണം, എങ്ങനെയും ഒരു സീറ്റ് ജയിക്കണം. എങ്ങനെ ഒരു സീറ്റ് ജയിക്കുമ്പോൾ എന്താണ് BJP ജയിക്കാനുള്ള അവസരം കോൺഗ്രസ് കൊടുക്കില്ല എന്നുള്ള അറിയാം. പിന്നെ അവർക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അവർക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ടൂള്, അതിൻ്റെ അകത്ത് ഏറ്റവും മിടുക്കരാണ് അവർ. നരേന്ദ്രമോദി അമിത്ഷായും ഇതുപോലുള്ള അന്വേഷണങ്ങളും എൻക്വയറിയും CBIയും EDയും ഒക്കെ വെച്ചിട്ട് പൊളിറ്റിക്കൽ നെഗോസിയേഷന് ഏറ്റവും ശേഷിയുള്ള അല്ലെങ്കിൽ ഏറ്റവും കഴിവുള്ള വ്യക്തിത്വങ്ങളാണ് അവരൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എത്രയോ പാർട്ടികളെ ഈ ടൂള് കൊണ്ട് അവർ മറുവശത്ത് എത്തിച്ചിരിക്കുന്നു. എത്രയോ നേതാക്കന്മാരെ അവർ ഈ ടൂൾ കൊണ്ട് അവരുടെ പക്ഷത്ത് എത്തിച്ചിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ CPMന് നേരെ ഈ ടൂൾ, ഈ കത്തി കാണിച്ചിട്ട് CPMന് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ വരുതിയിലാക്കില്ല എന്ന് ആർക്ക് പറയാൻ കഴിയും? അങ്ങനെയാണ് നമ്മുടെ ആ ഒരു ഓവറോൾ കാണുമ്പോൾ. കാരണം പെട്ടെന്ന് ഞാൻ ഒരു കാര്യം പറയട്ടെ, പിണറായി വിജയൻ കാണിച്ച ഒരു എക്സ്ട്രാ കേർട്സി ഉണ്ട്. കേന്ദ്ര സർക്കാരിനെതിരെ നരേന്ദ്രമോദി, ഗവൺമെൻറ് നരേന്ദ്രമോദിക്കെതിരെ കേരളത്തോട് കാണിക്കുന്ന അവഗണനയും ഇനിയും DYFI ഇപ്പോൾ അടുത്ത ദിവസം എന്തോ സമരം ചെയ്യാൻ പോവുക, ഈ രാജ്യം മുഴുവൻ ആളുകളെ അണിനിർത്തി. കാരണം ഈ അവഗണന ഇനിയും സഹിക്കേണ്ടതുണ്ടോ എന്ന് പറഞ്ഞ് ജനങ്ങളുടെ വികാരം ഏറ്റെടുത്ത് നിൽക്കുന്ന മുഖ്യമന്ത്രി എത്രയോ ഇതായിട്ടാണ് പ്രധാനമന്ത്രിയോട് എത്ര ഒരു എക്സ്ട്രാ കേർട്സി നമ്മളതിൻ്റെ ഇത് കണ്ടില്ലേ? അതൊന്നും ഒരു തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പിണറായി വിജയൻ എന്ന വ്യക്തിത്വത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം. എത്രയോ കാലമായി ഞാൻ താങ്കളുടെ തന്നെ വാക്കുകൾ ഉപയോഗിക്കുകയാണ്. എക്സ്ട്രാ കേർട്സി, മാത്യുക്കുഴൽനാടൻ, എക്സ്ട്രാ കേർട്സി, നമ്മൾ കാണുന്ന ഹസ്തദാനവും പുഞ്ചിരിയുമാണ് താങ്കൾ ഉദ്ദേശിച്ചതെന്ന് ഞാൻ കരുതുന്നു. പ്രധാനമന്ത്രി വന്നപ്പോഴും തിരികെ പോകുമ്പോഴുള്ള ആ ഒരു എക്സ്ട്രാ കേർട്സി, കോട്ടിങ് യു, അത് ഒരു അന്തർധാര സജീവമാണ് എന്നതിന്റെ ഒരു റിഫ്ലക്ഷൻ ആണോ മാത്യു? ഞാൻ പറയാം, നിങ്ങൾ ഇതിപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ ഇപ്പം അതിൻ്റെ പേരിൽ മാത്രം ഫ്രെയിം ചെയ്യേണ്ടതല്ല. ഇതെല്ലാം സർക്കംസ്റ്റൻസിൽ ആയിട്ടാണ് നമ്മൾ എല്ലാം കൂട്ടി വായിക്കും. എല്ലാം ചേർത്ത് വെച്ച് വായിക്കുമ്പോഴാണ് നമുക്ക് ഇത് ഒരു സിനിമ കാണുമ്പോൾ, ചിത്രം കാണുമ്പോൾ തെളിഞ്ഞു വരിക. പിണറായി വിജയൻ്റെ വ്യക്തിത്വവും പിണറായി വിജയൻ്റെ ശൈലിയും പിണറായി വിജയൻ്റെ രീതിയും ശരീരഭാഷയും കേരളത്തിന് നന്നായി അറിയാം. ഇന്നത്തെ നിലയിൽ കേന്ദ്ര സർക്കാരിനോട് ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രിയാണെന്നിരിക്കട്ടെ, ഇപ്പം പെട്ടെന്ന് ഇഫ് ഐ ഹാപ്പൻ ടു ഗോ ഇൻ ഫ്രണ്ട് ഓഫ് നരേന്ദ്രമോദി, എൻ്റെ ശരീരഭാഷ എങ്ങനെയായിരിക്കും? പെട്ടെന്ന് എനിക്ക് വല്ലാത്തൊരു ഇത് വരുമോ? നോ, ഇറ്റ് വോണ്ട് കം. എനിക്ക് ആ റെസ്പെക്റ്റ് കാണുന്നു. വിത്ത് എ റെസ്പെക്റ്റബിൾ റിഗാർഡ് ഐ വിൽ മെയിൻറ്റെയിൻ മൈസെൽഫ്. അതാണ് നമ്മൾ ചെയ്യുക. യാതൊരു സംശയവുമില്ല. കാരണം വി നോ ഹി ഈസ് അവർ പൊളിറ്റിക്കൽ ഒപ്പോണൻറ്റ്. എൻ്റെ പൊളിറ്റിക്കൽ ഒപ്പോണൻ്റ് ആണെന്ന് എൻ്റെ ഉള്ളിലുള്ള സമയത്ത് ദാറ്റ് വിൽ റിഫ്ലക്റ്റ് ഓൺ മീ. നമുക്കിങ്ങനെ ഓടിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും, കണ്ണ് ചുറ്റിച്ചിങ്ങനെ നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഓരോരുത്തരുടെയും ശരീരഭാഷ നോക്കി അറിയാം ഹൂ വിഷ് ടു അലൈൻ വിത്ത് അസ്, അല്ലെങ്കിൽ നമ്മളോട് ആ ഒരു ബെൻഡ് കാണിക്കുന്ന ആരൊക്കെയാണ്, ആരാണ് ആ സ്റ്റബോൺ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, കണ്ണിൽ നോക്കി അറിയാലോ. അതൊന്നും അത്ര വലിയ സംഭവമല്ല. ഇറ്റ്സ് വെരി 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 സിമ്പിൾ. ഇതിനു വേണ്ടി നമ്മൾ സൈക്കോളജി പഠിക്കുകയോ അല്ലെങ്കിൽ ഇതിനൊന്നും വേണ്ട കാര്യമില്ല. പിണറായി വിജയൻ്റെ വളരെ ഇതാണ്. കാരണം എന്താ വെച്ചാൽ പിണറായി വിജയൻ്റെ ശരീരഭാഷ നമുക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. ആർക്കും റീഡ് ചെയ്യാൻ പറ്റാത്ത ആളല്ല പിണറായി വിജയൻ്റെ ശരീരഭാഷയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മൈൻഡ് ശരീരഭാഷയിൽ നിന്ന് വളരെ എളുപ്പം. അത് ചിലരങ്ങനെയാണ്, ഈ എക്സ്പ്രസ് ഹിംസെൽസ് എന്ന് പറഞ്ഞാൽ അതിന് ഭയമില്ലാത്ത ആളാണ്. പത്രക്കാരോടാണെങ്കിലും മുതിർന്ന ആളോടാണെങ്കിലും പാർട്ടിയിലെ മുതിർന്ന ആളോടാണെങ്കിലും ഒക്കെ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ എന്ന് പറയുന്നത് അതിപ്പോൾ തെറ്റാന്ന് ഞാൻ പറയില്ല, ഓരോരുത്തരുടെ ശൈലിയാണ്. പക്ഷേ ആ ശരീരഭാഷയ്ക്ക് കാതലായ മാറ്റം വരുമ്പോൾ, അതിന് സാഹചര്യങ്ങൾ മറ്റു രീതിയിലാകുമ്പോൾ, കൂട്ടി വായിക്കുമ്പോൾ ഇറ്റ്സ് ക്വൈറ്റ് സിമ്പിൾ. കേരളത്തിലെ ആളുകൾക്ക് മനസ്സിലാവും. അതെ, തീർച്ചയായും.
ഓക്കെ, നമുക്കത് ഡീകോഡ് ചെയ്തുള്ള മാത്യു കുഴൽനാടന്റെ ഒരു വേർഷനാണ് നമുക്ക് കേട്ടോ. സാർ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? ഓക്കെ, അല്ല, മാത്യു കുഴൽനാടൻ പറഞ്ഞത് മാത്യു കുഴൽനാടൻ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയമാണെന്ന് വെച്ചാൽ BJP-യുമായിട്ടൊരു അന്തർധാര ഉണ്ടാക്കിയിരിക്കുന്നു CPM. അതാണ് കഴിഞ്ഞ ദിവസത്തെ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ജസ്റ്ററിൽ നിന്ന് കണ്ടിട്ടുള്ളത് എന്നാണ്. നേരത്തെയും പ്രധാനമന്ത്രി വരുന്ന ഘട്ടത്തിൽ ഇവർ തമ്മിലൊരു കൈയിലൂടെ ഒരു ആശയപ്രകാശനമുണ്ട് അല്ലേ? അതെ അതെ വളരെ ബലമായി ഇരുവരും കൈകൾ പിടിച്ച്. അത് ഈ തവണ മാത്രമല്ല, ഇത് തവണ മാത്രമല്ല, നേരത്തെയും. നോക്കൂ, പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം നരേന്ദ്രമോദിയെയും അമിത്ഷായെയും ആ നിലയിൽ പേരെടുത്ത് വിമർശിക്കുന്നില്ല എന്നുള്ളൊരു വിമർശനം സ്വാഭാവികമായും UDF-ന് ഉന്നയിക്കാവുന്നതേ ഉള്ളൂ. അതാണ് ഇപ്പോൾ ശ്രീ മാത്യു കുഴൽനാടൻ പ്രത്യേകിച്ച് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോഴേ അതൊരു പ്രധാനപ്പെട്ട ആർഗ്യുമെന്റ് ആയിട്ട് വരും ഈ അന്തർധാര എന്ന് പറയുന്നത്. അതൊരു ഫോക്കൽ പോയിന്റ് ആയിരിക്കും UDF-ന്റെ. ഇതിന് CMRL-ന് ബലം കിട്ടണമെങ്കിൽ അതുകൂടി ആവശ്യമാണ് രാഷ്ട്രീയമായി. അതൊരു ചേരുവയാണ്. ആ രാഷ്ട്രീയ ചേരുവ UDF ഉപയോഗിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ പെർഫെക്റ്റ് മിക്സ് തന്നെയാണ് ശ്രീ മാത്യു കുഴൽനാടൻ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഷോയിൽ അതിഥിയായി എത്തി പങ്കുവച്ചത്. താങ്ക് യു മാത്യു കുഴൽനാടൻ ഫോർ ജോയിനിങ് us. വളരെ നന്ദി മാത്യു കുഴൽനാടൻ. നന്ദി ശ്രീ മാത്യു കുഴൽനാടൻ. താങ്ക് യു.